ഹായ് നമസ്കാരം. അഭിലാഷേട്ടനാണ് നിങ്ങളുടെ ഇഷ്ടതാരം. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരേ ഒരാൾക്ക് മാത്രമാണ് ബിഗ് ബോസിൽ പോകാൻ യോഗ്യത. അലിൻ ജോസ് പെരേര. നമുക്കറിയാം, അദ്ദേഹത്തെ എല്ലാവർക്കും ഇഷ്ടമാണ്. നല്ലൊരു മനുഷ്യനാണ്, ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. ഇത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അലിൻ ജോസ് പെരേരയും നമ്മുടെ പ്രിയപ്പെട്ട ആറാട്ടനും ആണ് ആദ്യമായി നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നത്. സോഷ്യൽ മീഡിയയിലെ രണ്ടുപേര് കത്തി നിൽക്കുന്ന അലിൻ ജോസ് പെരേരയും ആറാട്ടണ്ണനാണ്, ഇല്ലേ? ആറാട്ടണ്ണനും ചിലപ്പോൾ ബിഗ് ബോസിൽ വരാൻ സാധ്യതയുണ്ട്. അല്ലാണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് വിഷ്ണു കൊച്ചിക്കാരനോ മാഹിൻ മൂവാറ്റയോ ഒന്നും ബിഗ് ബോസിൽ വരുന്നത് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്ന് വെച്ചാൽ സാധ്യതയില്ല. മാഹിൻ മൂവാറ്റയാണെങ്കിലും വിഷ്ണു കൊച്ചിക്കാരനാണെങ്കിലും വരുന്നത് എനിക്ക് തോന്നല്ല. വേറെ കൊണ്ട് പറഞ്ഞതല്ല. അലിൻ ജോസ് പെരേരയാണെങ്കിൽ ബിഗ് ബോസിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു രസമായിരിക്കും. അതായത് അവിടെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സന്തോഷമാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പുള്ളിയുടെ ഡാൻസ് ഉണ്ടാവും, പുള്ളിയുടെ പാട്ടുണ്ടാവും, കോമഡി ഉണ്ടാവും. എല്ലാ രീതിയിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു എന്താ പറയുക, വാക്ക് തർക്കം, പ്രസംഗ അണ്ണൻ എന്ന് പറഞ്ഞാൽ പുള്ളീനെ അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അലിൻ ജോസ് പെരേര വന്നു കഴിഞ്ഞാൽ ഒരു രസമായിരിക്കും. വരുന്ന കാണികൾക്കൊക്കെ ഭയങ്കര ഹരമായിരിക്കും, അല്ലേ? അല്ലാണ്ട് ഞങ്ങളുടെ കൂട്ടത്തിന് വിഷ്ണു ആണെങ്കിലും വിഷ്ണു കൊച്ചിക്കാരനാണെങ്കിലും മാഹിൻ മൂവാറ്റയാണെങ്കിലും ഈ പറഞ്ഞ ഞാനാണെങ്കിലും വന്നു കഴിഞ്ഞാൽ എന്ത് കാണിക്കാനാണ്? ഒന്നും കാണിക്കാനില്ല. അതുകൊണ്ട് ആറാട്ടണ്ണൻ ഓക്കെ, ആറാട്ടണ്ണനാണെങ്കിലും രസമാണ്. പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ആൾക്കാർ ചിരിച്ചിരിച്ച് മരിക്കും. അതുപോലെ തന്നെ രസമുള്ള ഒരു സമയം പോക്കുണ്ടാവും ആറാട്ടണം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ. അതിലുപരി വരാൻ സാധ്യത എൻ്റെ മനസ്സ് പറയുന്നത് അലിൻ ജോസ് പെരേരയാണ്. അലിൻ ജോസ് പെരേരയ്ക്കാണ് സാധ്യത ബിഗ് ബോസിൽ വരാനുള്ളത്. ഇതൊരു പ്രവചനമായിട്ട് തന്നെ കൂട്ടിക്കോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാളൊരു നല്ലൊരു മനുഷ്യനാണ്. ഒരുപാട് നല്ല പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്. ആരെ കാണിച്ചിട്ടല്ല ചെയ്യുന്നത്. ഒരു നല്ല മനസ്സിന് ഉടമയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ ഒരു നമ്പർ 1 താരം എന്ന് പറഞ്ഞാൽ അലിൻ ജോസ് പെരേരയാണ്. നമ്മളെ മനസ്സിലെല്ലാം നിൽക്കുന്ന അലിൻ ജോസ് പെരേരയാണ്. അതുപോലെ ഏഷ്യാനെറ്റ് എന്ന ഒരു പ്ലാറ്റ്ഫോമിൽ അവാർഡ് നൈറ്റ് എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ കിട്ടിയത്, ഞങ്ങളുടെ യൂണിവേഴ്സിൽ നിന്ന് കിട്ടിയത്, ഏഷ്യാനെറ്റിലെ പരിപാടിയിൽ പങ്കെടുക്കാൻ കിട്ടിയത് അലിൻ ജോസ് പെരേരയ്ക്കാണ്. അവാർഡ് നൈറ്റിൽ പങ്കെടുത്തതും ഏഷ്യാനെറ്റുകാർ വിളിച്ചതും അലിൻ ജോസ് പെരേരയാണ്. അപ്പോൾ എല്ലാ രീതിയിലും ഏഷ്യാനെറ്റിൻ്റെ ഒരു പുത്രൻ തന്നെയാണ് അലിൻ ജോസ് പെരേര. അതുകൊണ്ട് അലിൻ ജോസ് പെരേരയാണ് വരാൻ സാധ്യത എന്ന് ഉറപ്പിച്ച് പറയുകയാണ്. അല്ലാണ്ട് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള വിഷ്ണു കൊച്ചിക്കാരനൊക്കെ അവിടെ പോയി എന്ത് ചെയ്യുന്നത് എനിക്കറിയാൻ പാടില്ല. മനസ്സിലായില്ല? അവിടെ പോയി കഴിഞ്ഞാൽ പാട്ട് പാടാൻ പറഞ്ഞാൽ വിഷ്ണു കൊച്ചിക്കാരൻ പാടുമോ? ഒരു ഡാൻസ് കളിക്കാൻ പറഞ്ഞാൽ ഡാൻസ് കളിക്കുമോ? വിഷ്ണു ഓട്ടോ ഓടിക്കണ പോലെയല്ല വിഷ്ണു. ഇത് ബിഗ് ബോസാണ്, പയറ്റി നിൽക്കണം. മാഹി മൂവാറ്റയാണെങ്കിൽ അവിടെ ചെന്ന് എന്ത് കാണിക്കുന്ന പറഞ്ഞത്? മാഹിൻ്റെ ഒച്ച കേൾക്കുമ്പോൾ തന്നെ അവിടെയുള്ള ആൾക്കാർ ഇറങ്ങിപ്പോവും, ഒരു അലറലും ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ. പക്ഷേ അലിൻ ജോസ് പെരേര വന്നു കഴിഞ്ഞാൽ ഒരു രസമായിരിക്കും, അവിടെ ഉള്ളവർക്കൊക്കെ സന്തോഷമായിരിക്കും. അല്ലാണ്ട് തന്നെ പുള്ളി ഒരു സെലിബ്രിറ്റി ആണല്ലോ. അവിടെ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പാട്ടും ഡാൻസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ലാലേട്ടന് വരെ ഇഷ്ടപ്പെടും. അതുകൊണ്ട് ബിഗ് ബോസിൽ വരാൻ സാധ്യത അലിൻ ജോസ് പെരേരയ്ക്കാണെന്ന് ഞാൻ ഉറപ്പ് വരികയാണ്. ഒപ്പം ആറാട്ടനും പ്രതീക്ഷിക്കുക. ആറാട്ടനും ചിലപ്പോൾ ബിഗ് ബോസിൽ വരാം. പക്ഷേ ഏറ്റവും കൂടുതൽ സാധ്യത അലിൻ ജോസ് പെരേരയ്ക്കാണ്. അലിൻ ജോസ് പെരേര ബിഗ് ബോസിലേക്ക് വരട്ടെ. അഭിലാഷ് ആട്ടയത്തിൻ്റെ എല്ലാവിധ ആശംസകളും.